ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജിസ്മി. ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നഴ്സാണ്. ഞാൻ കൃപാസനം പള്ളിയിൽ ഒരുപാട് നേരത്തെ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉടമ്പടി എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടത്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചനോട് പറയുമായിരുന്നു, അമ്മ എനിക്കും എടുക്കണം ഉടമ്പടി എന്ന് പറയുമ്പോഴും ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറയുമായിരുന്നു. ഞാനത് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതുന്നതിന് മുന്നേ ഏപ്രിൽ 10 ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു കാര്യം, മാതാവേ എനിക്ക് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി പാസ്സാവാനായിട്ടുള്ളൊരു അനുഗ്രഹം തരണേ. അങ്ങനെ എക്സാം എഴുതി പാസ്സായി ജർമ്മനിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നായിരുന്നു. ഞാൻ മെയ്യിലാണ് ആദ്യം എൻ്റെ ജർമ്മൻ എക്സാം 4 മൊഡ്യൂളും എഴുതിയ സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ചും എക്സാം കയറണതിന് മുന്നേ വിശുദ്ധ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ചും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. എക്സാം നല്ല ഭംഗിയായിട്ട് എഴുതി. ഞാൻ ലിസണിങ് തോക്കുമെന്ന് പ്രതീക്ഷിച്ചത് ലിസണിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ജയിച്ചത് ലിസണിങ്ങിനായിരുന്നു. പകരം ഞാൻ തോറ്റത് റീഡിങ്ങിനായിരുന്നു. റീഡിങ് എന്നാൽ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തോറ്റ് കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പറയാമായിരുന്നു, സാരമില്ല, എനിക്ക് സഹിക്കാൻ പറ്റും, ഇനി ഞാൻ എക്സാം എഴുതും. അങ്ങനെ ആ ഒരു തവണ എഴുതി. പിന്നീട് തുടർച്ചയായിട്ടൊരു 4 തവണ ഞാൻ റീഡിങ് മാത്രം പോയി ചെന്നൈയിൽ പോയി എക്സാം എഴുതി. ആ ഓരോ തവണ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാനിവിടെ കൃപാസനം പള്ളിയിൽ വരും. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പാസ്പോർട്ടും ഹോൾ ടിക്കറ്റും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോൻ്റെ ഈ കാശ് രൂപം വെച്ച് ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ 4 പ്രാവശ്യം എക്സാം എഴുതിയിട്ടും ഞാൻ ഓരോ തവണയും ഭയങ്കര നിരാശയോടെയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. 5ാമത്തെ വട്ടം എക്സാം എഴുതാൻ പോയപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യം, ഇനി എൻ്റെ പൈസ ഇല്ല, എനിക്ക് നിവർത്തിയില്ല, അപ്പം ഈ ഒരു തവണ എനിക്ക് എന്തായാലും പാസ്സാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ാമത്തെ വട്ടം ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി കഴിഞ്ഞ് ബാക്കി 3 മൊഡ്യൂളിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് റീഡിങ്ങിനായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ വിസക്കെല്ലാം അപ്ലൈ ചെയ്തു. വിസക്ക് ഞങ്ങൾ 33 പേര് നഴ്സുമാരുണ്ടായതിൽ ഏറ്റവും ആദ്യം വിസ വന്നത് എനിക്കായിരുന്നു. മാർച്ച് 28 എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷെ അതിനുശേഷം പിന്നീട് ഉണ്ടായ എൻ്റെ ജീവിതം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെയായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എല്ലാം ശരിയാകും എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും നടന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അപ്പോഴും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജൂലൈയിൽ പോവാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അതിനും പോകാൻ പറ്റിയില്ല. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തുനിന്ന് കടങ്ങളൊക്കെ മേടിച്ച് പെട്ടിയൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴും ഒരുപാട് വിഷമത്തിലായിരുന്നു. ഒരുപാട് ഡിപ്രഷനൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞൊരു സമയമായിരുന്നു. ആ സമയത്ത് ഒത്തിരി മാതാവ് മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേര് പോയപ്പോഴും ഞാൻ ഭയങ്കര നിസ്സഹായാവസ്ഥയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം മാതാവ് പോകാൻ പറ്റും, എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സഹിക്കാൻ ശക്തി എനിക്കുള്ളത് കൊണ്ടാണ് ഈശോ എനിക്ക് സഹനങ്ങൾ തരുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ചെല്ലുമായിരുന്നു. പള്ളിയിൽ പോവായിരുന്നു, എല്ലാ ദിവസവും പോവായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, പള്ളിയിൽ പോകാൻ ഒത്തിരി മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവായിരുന്നു. കുമ്പസാരിക്കുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മാതാവിനോട് ചേർന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു. സെപ്റ്റംബർ 3 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് ഒരുപാട് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. ഒരു 6 വർഷം മുന്നേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്.
6 വർഷമായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ട് മാറാണ്ടായപ്പോൾ ഞാൻ പെയിൻ കില്ലേഴ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം തലവേദന വരുമ്പം സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ചില സമയം. തലവേദന വരുന്ന സമയത്ത് അന്ന് തുടർച്ചയായിട്ട് വരുമായിരുന്നു. ഉടമ്പടി എടുത്ത് 2ാമത്തെ പുതുക്കലിനൊക്കെ ശേഷം ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാതാവെന്ന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി. ഉടമ്പടി എടുത്ത് അതിനുശേഷം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന മൈഗ്രെയിൻ വല്ലപ്പോഴൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ സെപ്റ്റംബർ 3-ാം തീയതി ജർമ്മനിക്ക് പോകുന്നത് തന്നെയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളോടെ അനുഭവിച്ച് ഞാൻ പഠിച്ച് വളർന്നു വന്നൊരു കൊച്ചാണ്. അപ്പം എനിക്ക് എൻ്റെ അപ്പനും അമ്മയും അവരെ നോക്കണം. അപ്പം അവരുടെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മാതാവ് ഒത്തിരി ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി 2ാമത്തെ വട്ടം പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാം പാസ്സായതും എൻ്റെ വിസയ്ക്ക് വെച്ച് വിസ വന്നതും ഇപ്പം ഞാനിപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്നതും. അപ്പം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അമ്മ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം അധികം കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എന്നാലും ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്തായാലും വഴിയിലൊക്കെ ആരെങ്കിലും കാണുവാണെന്നാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ചൊത്തിരി കൊടുക്കുമായിരുന്നു. എനിക്കിഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹനങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുമ്പം അവസാനം നിർത്തുമ്പോഴും ഈ സഹനത്തിനെ കുറിച്ച് 1-2 പ്രാവശ്യം പറയുന്നുണ്ട്. അതായത് ഒരു പക്ഷേ വിശ്വാസ പരിശീലനത്തിൽ നിന്നോ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നോ ഒക്കെ സഹിക്കുവാനായിട്ട് കഴിവുള്ളപ്പോൾ ദൈവം സഹനങ്ങൾ നൽകും. പക്ഷേ അത് ജീവിതത്തിൽ നന്മകളായിട്ട് പരിണമിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ബോധ്യം ഒരു പക്ഷേ മാതാപിതാക്കളിൽ നിന്നോ ഈ മകളുടെ പ്രാർത്ഥനയിൽ നിന്നോ അല്ലെ ദൈവം തന്നെ നൽകിയൊരു ബോധ്യമാണ് എന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചപ്പോഴും സാക്ഷ്യത്തിൻ്റെ പറഞ്ഞ് അതിന് നടുഭാഗത്തെത്തുമ്പോഴും ഇത് തന്നെ മകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2ാമത്തേത് ഉടമ്പടിയിലൊരു മാറ്റമായിട്ട് പറഞ്ഞത് ദേവാലയത്തിലേക്ക് കുറച്ചും കൂടെ ദൈവസ്നേഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി പോകാനായിട്ടുള്ള ഒരു കൃപ ഉടമ്പടിയിൽ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പം എല്ലാവരും ദേവാലയത്തിലേക്ക് തങ്ങളുടെ ജീവിതങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പോലെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. കുർബാനയിലേക്കും കൂദാശകളിലേക്കും ഒക്കെ ഒരുപാട് ജീവിതങ്ങൾ ഇപ്പം ദേവാലയത്തിലേക്ക് ഉള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രീകരണം, ദൈവത്തിലേക്കുള്ള കേന്ദ്രീകരണം, അത് ഉടമ്പടിയിൽ പരിശുദ്ധമ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി തൻ ദേവാലയത്തിൻ്റെ കൂദാശ ജീവിതത്തിൽ ഏറ്റവും കൃപയോടുകൂടി നിലനിർത്തുന്ന കൂദാശ ജീവിതത്തിനെക്കുറിച്ചും ഉള്ള പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സ്വപ്നത്തിൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെയും ഒരു ഭാഗം അതുതന്നെയാണ് എന്ന് സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു. ഏറ്റവും 3ാമത്തേത് ഈ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യത്തിൽ ഈ മകളിവിടെ വരുന്നു, പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മ ഇന്ന് ഈ അൾത്താര വരെ നീളുന്ന വിശ്വാസത്തിൻ്റെ യാത്രയിൽ ആ മകൾക്ക് പരിശുദ്ധ അമ്മയാണ് പിടിച്ചു നിൽക്കുവാനും മുൻപോട്ട് പോകുവാനും ഇപ്പോൾ ഈ അവസരം ലഭിച്ചത് എന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിൽ നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. നമുക്ക് ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതിയും അതിനേക്കാൾ ഉപരി ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.